നാട്ടുകാരെല്ലാം വന്നോളൂ വരും. നമുക്ക് പരസ്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരസ്യത്തിന്റെ ആവശ്യമില്ലാത്ത കടയാണ് നമ്മുടെ സലാമിക്കയുടെ കട. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലായിട്ട് കാണുന്ന കടയാണ് സലാമിക്കയുടെ കട. വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന രുചി പാരമ്പര്യമുള്ളൊരു കടയാണ്. അപ്പോൾ കടയുടെ വിശേഷങ്ങളൊക്കെ പറയും. രാവിലെ 4 മണിക്ക് തുറക്കുന്ന കടയാണ്. 4 മണി മുതൽ ഭക്ഷണം, അപ്പം, അതേപോലെ തന്നെ മുട്ടക്കറി, കിഴങ്ങ് കറി, പൊറോട്ട, ഇറച്ചിക്കറി. ഓരോ നാടിനും ആ നാടിൻ്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറേ കടകളുണ്ടാവും. രാവിലെ 4 മണി മുതൽ നാട്ടുകാർ വന്ന് കയറുന്നൊരു കടയാണ് കേട്ടോ. അപ്പോൾ സലാമിക്കയുടെ കട നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 50 വർഷം. 50 വർഷമായിട്ടും ഈ ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ എന്തോ ദേശീയപാതയുടെ സ്ഥലമെടുപ്പ് കാരണം കുറച്ച് ഫ്രണ്ട് ഭാഗം വെച്ച് പൊളിച്ച് അകത്തോട്ട് കയറ്റിട്ടുണ്ടോ? രാവിലെ എത്ര മണിക്ക് തുറക്കും? 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ? രാവിലെ ചായ, അപ്പം, പൊറോട്ട, ഇടിയപ്പം ഒക്കെ അത്രയൊക്കെ വരും. രാവിലത്തെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുമ്പോൾ അവിടെ വിറകടുപ്പിൽ തയ്യാറാകുന്ന ബീഫും പൊറോട്ടയും മുട്ടയും. ഇപ്പൊ ആരൊക്കെ കൂടിയാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മോനും ഞാനും. ഉച്ചയ്ക്ക് ഊണോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഊണില്ല. പിന്നെ വൈകുന്നേരം പൊരി സാധനങ്ങളുണ്ടാവും. നമ്മുടെ ഈ കട നിൽക്കുന്ന കറക്റ്റ് സ്ഥലം ഏതാണ്? ഇത് ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കാണ് ഇതല്ലേ? പള്ളിമുക്ക്. അപ്പൊ ഇതിന് മുമ്പ് നമ്മുടെ കട വേറെ വല്ല എടുത്തുമായിരുന്നു അതോ ഇവിടെ തന്നെ ആയിരുന്നു? ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് മാറ്റം ഉണ്ടായിട്ടില്ല. രാവിലെ ആകുമ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാം വന്നോളൂ വരും. നമുക്ക് പരസ്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരസ്യത്തിന്റെ ആവശ്യമില്ലാത്ത കടയാണ് നമ്മുടെ സലാമിക്കയുടെ കട. നല്ല ചൂടുള്ള ബീഫ് കറിയാണ്. അത് ചൂട് പൊറോട്ടയുടെ മുകളിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചേക്കാം. ഇക്ക ഇടയ്ക്ക് കഴിക്കാറുള്ളതല്ലേ? തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഇക്കയാണ് എന്നെ ഈ ഒരു കട പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇവന്റെ തൊട്ടടുത്ത ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ഭാരവാഹിയൊക്കെയാണ് അല്ലേ? ഇക്കയുടെ പേര് ജുനൈദ്. ഇക്ക അപ്പൊ ഇവര് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ ഞാനാണല്ലേ അഭിപ്രായം പറയേണ്ടത്. സംഭവം നല്ല ചൂട് പൊറോട്ടയും ആ ഒരു ബീഫ് കറിയും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മസാലയിൽ തയ്യാറാകുന്ന, വിറകടുപ്പിൽ തയ്യാറാകുന്ന നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നല്ല ആവി പറക്കുന്നുണ്ട്. ആവി പറക്കുന്ന ബീഫ് കറിയും പൊറോട്ടയും. രാവിലെ ഒരു 4:30 മുതൽ ഇവിടെ പ്രവർത്തനം തുടങ്ങും. 4:00 തുടങ്ങും. അവർ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പവും ഈ കിഴങ്ങ് കറി ഉണ്ടാവും. 6 മണിയൊക്കെ പിന്നെ ഇടിയപ്പം ഉണ്ട്. അത് കുറച്ചേ കാണത്തുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് പൊറോട്ടയും ഇറച്ചിക്കറി, മുട്ടക്കറി എല്ലാം തയ്യാറാണ്. മുട്ട റോസ്റ്റ്. അപ്പോൾ ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം പണിക്കാരും നാട്ടുകാരും ചായ കുടിക്കാനും അതുപോലെ തന്നെ ആർക്കും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാവുന്നതാണ്. ആ ഒരു മുട്ടയുടെ ഗ്രേവിക്കാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. പൊറോട്ട മാത്രം കഴിക്കാനുള്ളവർ വരും. ഗ്രേവി ഒഴിച്ച് പൊറോട്ടയും ഈ മുട്ടയുടെ ഗ്രേവി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതൊരു വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ വാപ്പായും മകനും രാവിലെ 4:30 ഇവിടെ എത്തും. റിയാസും സലാമിക്കയും. മകനാണ് റിയാസിക്കയും സലാമിക്കയും രാവിലെ 4:30 ആകുമ്പോൾ ഇവിടെ എത്തും. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ചായയുടെ പരിപാടി ആയിരിക്കും. രാവിലെ ചായയാണല്ലോ. അതിനുശേഷമാണ് ഇത് പലഹാരങ്ങളൊക്കെ തയ്യാറാകുന്നത്. അത് ചായയൊക്കെ നമ്മുടെ പിത്തള ഗ്ലാസ്സിൽ ആ ഒരു പഴയ രീതിയിലുള്ള അടുപ്പിലാണ് തയ്യാറാകുന്നത്. മുട്ടക്കറി നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചായ എടുത്തു കേട്ടോ. വെള്ളം എത്ര വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂട്ടും. എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടല്ലേ?
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സലാമിക്കയുടെയും മകൻ്റെയും കടയുടെ വിശേഷങ്ങൾ. കുറേ അധികം വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന കടയാണ്. ഓച്ചിറക്കാർക്കൊക്കെ പരിചിതമായിട്ടുള്ള കടയാണ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇവിടുത്തെ പൊറോട്ടയും ബീഫും മുട്ടക്കറിയൊക്കെ ഉണ്ട് രാവിലെ. ഏകദേശം 40 വർഷത്തോളം 40 വർഷത്തോളമായി. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തും. നല്ല ഫുഡാണ് കേട്ടോ. പൊറോട്ട നല്ല ചൂട് പൊറോട്ട, അതുപോലെ തന്നെ ബീഫ് കറി നല്ല ടേസ്റ്റാണ്. മുട്ടക്കറിയും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ തയ്യാറാകുന്ന മുട്ടക്കറി. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.